കർക്കിടക മാസം പിറക്കാൻ പോവുകയാണ്. ഹൈന്ദവ ഭവനങ്ങളിൽ പൊതുവെ ഈ കർക്കിടക മാസം വരുമ്പോഴേക്കും കുറച്ച് ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. വീടൊന്ന് വൃത്തിയാക്കുക, അതുപോലെ തന്നെ രാമായണം വായിക്കാനായിട്ട് ഇപ്പോൾ പ്രായം ചെന്നവരുണ്ട് എങ്കിൽ രാമായണം വായിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. കർക്കിടക മാസത്തിൽ 30 ദിവസവും അമ്പലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പതിവായി ചെയ്യണം, ആത്മീയ കാര്യങ്ങളിൽ മുഴുകണം. പിന്നെ ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടകം. നാളെ കർക്കിടകമാണ്. പക്ഷെ ഒരുപാട് ആശങ്കകളും പലരുടെയും മനസ്സിൽ ഒരുപോലെ ഈ ഐശ്വര്യപൂർണമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന മനസ്സിലുള്ളപ്പോൾ പോലെ തന്നെ ആശങ്കകളും വരുന്ന ഒരു സമയമാണ്. കാരണം പണ്ടു മുതലേ തന്നെ ദുരിതപൂർണമായ മാസം എന്നാണ് പൊതുവേ കർക്കിടകം അറിയപ്പെടുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കർക്കിടകത്തിന്റെ പേരുകളൊക്കെ നമുക്കറിയാം. പഞ്ഞമാസം, രാമായണ മാസം, ഇങ്ങനെ ഒരുപാട് പേരുകളിലാണ് കർക്കിടകം അറിയപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചു. കർക്കിടകമാകുമ്പോൾ ഉള്ള ചില മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ വായിച്ച കൂട്ടത്തിൽ കണ്ടതാണ് ഒരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, നമ്മൾ കർക്കിടക മാസം പിറക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ, ചില അശുഭകരമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും നീക്കിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്തായാലും ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്. മോശമായിട്ടല്ല പറയുന്നത്. ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഐശ്വര്യം തരാൻ കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് പറയാം. നിലവിളക്കിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് ഹൈന്ദവർ. കർക്കിടക മാസത്തിൽ നിലവിളക്കുകളിൽ ശ്രദ്ധ വേണം. പൂജാമുറിയിൽ ഒരുപാട് വിളക്കുകൾ ഉണ്ടെങ്കിൽ, ഒന്നിലേറെ വിളക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ എന്നും കൊളുത്തുന്ന ഒരു വിളക്കായിരിക്കും വൃത്തിയാക്കുക. എന്നാൽ കർക്കിടകം എത്തുമ്പോൾ ശ്രദ്ധിക്കുക, വീട്ടിലെ എല്ലാ നിലവിളക്കുകളും തുടച്ച് വൃത്തിയാക്കണം. കത്തിക്കുന്ന നിലവിളക്കിന് ചോർച്ചയുണ്ടോ എന്നും നോക്കണം. നിലവിളക്കിൻ്റെ അടിഭാഗത്ത് എണ്ണ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന താലത്തിൽ എണ്ണയുണ്ട് എങ്കിൽ ചോർച്ചയുള്ള ആ നിലവിളക്ക് മാറ്റണം. അത് ഒന്നാമത്തെ കാര്യം. നിലവിളക്കിന് പുറമെ നമ്മുടെ പൂജാമുറിയും കർക്കിടകത്തിന് മുന്നേ നല്ല വൃത്തിയാക്കണം. പൂജാമുറിയും ചിത്രങ്ങൾ മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കണം. മങ്ങിപ്പോയതോ കീറിയതോ പൊട്ടിയതോ ആയ ചിത്രങ്ങൾ വയ്ക്കരുത്. ഭഗവത് പ്രസാദത്തിന് പൂജാമുറി വൃത്തിയായിരിക്കാൻ കർക്കിടകത്തിൽ ശ്രദ്ധിക്കണം. ഇനി വീട്ടിലെ അരിപ്പാത്രം, അതിനും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അരിപ്പാത്രം വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും ഒക്കെ ചാലിച്ച് പൊട്ട് തൊടണം അത്രേ. വീടുകളിലെ അരിപ്പാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഭക്ഷ്യസമൃദ്ധിയുടെ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഒക്കെ കാണിക്കുന്നതാണ്. സമ്പദ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് നന്നായിരിക്കണം, വൃത്തിയായിരിക്കണം. അടുക്കള വീട്ടിലെ പൂജാമുറി പോലെ പ്രധാനം തന്നെയാണ്. അടുക്കളയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കേടായതോ വക്കുപൊട്ടിയതായ പാത്രങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോ. പൊടിയോ അഴുക്കോ മാറാലയോ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കുക. ഫ്രിഡ്ജിലും മറ്റും പഴകിയ ആഹാര സാധനം ഉണ്ടെങ്കിൽ കർക്കിടകം 1 മുൻപ് അവ നീക്കുക. പഴയ ഭക്ഷണങ്ങൾ ഉണ്ടാകരുത്. പഴകിയ ഭക്ഷണം എപ്പോഴും മൂദേവി വാസം നൽകുമെന്നാണ് വിശ്വാസം. ഇനി മറ്റൊരു കാര്യം, ചലിക്കാത്ത ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബാറ്ററി ഇട്ട് അതിനെ പ്രവർത്തിപ്പിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാറ്റുക. ചലിക്കാത്ത ക്ലോക്ക് നമ്മുടെ ജീവിതം നിലച്ചു പോകുന്നതിന് തുല്യമാണ്. പഴയ കലണ്ടറുകൾ ഉപേക്ഷിക്കുക. കട്ടിലിൻ്റെ അടിഭാഗം പ്രത്യേകിച്ചും വൃത്തിയാക്കണം. കട്ടിലിൻ്റെ അടിയിലൊക്കെ വായുസഞ്ചാരം ഉണ്ടാണ്. കന്നിമൂല വൃത്തിയാക്കണം. ഊർജ്ജ പ്രഭാവമുള്ള ദിക്കായാണ് കണക്കാക്കുന്നത്. കന്നിമൂലയിലെ മാറാലയും ചപ്പു ചവറും നീക്കണം. വീടിൻ്റെ മുറ്റത്തെ വടക്ക് കിഴക്കേ ഭാഗം, നാം ഉറങ്ങുന്ന ഭാഗം, ഇവിടെയൊക്കെ വൃത്തിയായിരിക്കണം. ഉണങ്ങിയ വൃക്ഷങ്ങൾ, പൊട്ടിയ ചെടിച്ചട്ടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കോ. കർക്കിടക പുലരിയിൽ ഇത് കണി കാണുന്നത് തന്നെ ദോഷമാണ്. പ്രധാന വാതിലിൻ്റെ പാളികളും കട്ടളയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും ചാലിച്ച് തൊടണം. ഇത് ലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, ധനസ്ഥാനത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകണം. പണം വെക്കുന്ന അലമാരയിലോ പെട്ടിലോ ആണെങ്കിൽ അവിടെയുള്ള കീറി പറഞ്ഞത് ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ മാറ്റുക. തുണികളാണെങ്കിലും പേപ്പറാണെങ്കിലും നീക്കണം. പണം മാത്രമല്ല, വിലപിടിപ്പുള്ള സ്വർണം പോലുള്ള വസ്തുക്കൾ വെക്കുന്ന സ്ഥലത്തുള്ള ഇത്തരം കീറ തുണികളൊക്കെ മാറ്റുക. അപ്പോൾ കർക്കിടക മാസം ഐശ്വര്യപൂർണ്ണമായി നമുക്ക് കർക്കിടകത്തിനെ വരവേൽക്കാം. രാമായണ പുണ്യം നിറഞ്ഞ ഈ ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.